BJP RSS പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ടെ എളമ്പിയായിലെ സൂരജിനെ രാഷ്ട്രീയ വിരോധത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടുപിടിച്ചിരിക്കുകയാണ്. തലശ്ശേരി ജില്ലാ സെക്ഷൻ ജഡ്ജി KT നിസാർ അഹമ്മദാണ് വിധി കൽപ്പിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകനായ സൂരജ് BJPയിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് കേസ് വന്നിരിക്കുന്നത്. 9 പ്രതികൾ കുറ്റവാളികളെന്ന് വിധിക്കുമ്പോൾ 10ാം പ്രതിയെ വെറുതെ വിട്ടു. CPM പ്രവർത്തകരായ പത്തായക്കുന്ന് കരായൻറ്റിൻവിട ഹൗസിൽ TK രജീഷ്, കാവുംഭാഗം പുതിയടത്ത് ഹൗസിൽ NV യോഗേഷ്, എരിഞ്ഞോളി അങ്ങേരിപ്പറമ്പ് കണ്ടിൻ ഹൗസിൽ KM ഷംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരവൂരിലെ PM മനോരാജ്, മുഴുപ്പിലങ്ങാട് വാണിയന്റെ വളപ്പിൽ നെയ്യത്ത് സജീവൻ, പണക്കാട്ടിൻവിട ഹൗസിൽ പ്രഭാകരൻ, പുതുശ്ശേരി ഹൗസിൽ KV പത്മനാഭൻ, മാനവമ്പത്ത് രാധാകൃഷ്ണൻ, എടക്കാട് കണ്ണവൻതിരിമൂല നാഗത്താൻകോട്ട പ്രകാശൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത്. 2 പ്രതികൾ സംഭവശേഷം മരിക്കുകയും ചെയ്തു. തുടക്കത്തിൽ 10 പ്രതികൾക്കെതിരെയായിരുന്നു കേസ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി TK രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം 2 പ്രതികളെ കേസിൽ ഉൾപ്പെടുത്തി. രജീഷ്, മനോരാജ് എന്നിവരെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകി. 2010 കേസ് വിചാരണയ്ക്ക് പരിഗണിച്ചുവെങ്കിലും സാക്ഷി വിസ്താരം തുടങ്ങിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനാണ് മനോരാജ് നാരായണനും TP കേസ് പ്രതി TK രാജേഷും അടക്കം 10 പേരായിരുന്നു പ്രതികൾ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂരജിന്റെ അമ്മ സതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P പ്രേമരാജിന്റെ പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് NR ഷാനവാസ് എന്നിവർ ഹാജരായി. 1ാം പ്രതി മുഴുപ്പിലങ്ങാട് ലക്ഷംവീട് കോളനി പള്ളിക്കൽ ഹൗസിൽ PK ഷംസുദ്ദീൻ എന്ന ഷംസു, 12ാം പ്രതി മക്രേരി കിലാലൂരിലെ TP രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചിരുന്നു. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത്. സംഭവത്തിന് 6 മാസം മുമ്പ് സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുകാലിനും വെട്ടേറ്റ് 6 മാസം കിടപ്പിലായിരുന്നു. സൂരജിനെ കൊന്ന കേസിൽ ശിക്ഷാവിധി വരുന്നത് 19 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ്. 2005 ഓഗസ്റ്റ് 7 രാവിലെയായിരുന്നു മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലിട്ട് വെട്ടിക്കൊന്നത്. ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നുവെന്നായിരുന്നു കേസ്. ഇതിന് 6 മാസം മുമ്പും സൂരജിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്ന് കാലിനാണ് വെട്ടേറ്റത്. തുടർന്ന് 6 മാസം കിടപ്പിലായി. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കൊല നടപ്പാക്കി. 32കാരനായിരുന്നു സൂരജ്. CPM വിട്ട് BJPയിൽ ചേർന്നതിന്റെ പകയായിരുന്നു അരുംകൊലയ്ക്ക് കാരണം. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കേസ്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരം 2 പേരെ കൂടി പ്രതി ചേർക്കുകയായിരുന്നു. അതിലൊരാളാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ. കേസിലെ 5ാം പ്രതി, 1ാം പ്രതി PK ഷംസുദ്ദീനും 12ാം പ്രതി TP രവീന്ദ്രനും സംഭവശേഷം മരിച്ചിരുന്നു. നിലവിൽ 10 പ്രതികൾ ബാക്കിയുണ്ട്. ഇതിൽ 1ാം പ്രതിയാണ് TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത് എന്നിങ്ങനെ മറ്റുള്ളവർ നീളുന്നുണ്ട്. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയവയാണ് കുറ്റകൃത്യങ്ങളിൽ പെടുന്നത്.